ട്രേഡേഴ്സ് ഇതിപ്പം മാർക്കറ്റ് ക്ലോസ് ആയതിനു ശേഷം ഞാൻ 4 മണിക്ക് റെക്കോർഡ് ചെയ്യുന്ന വീഡിയോ ആണ്. മാർക്കറ്റ് ക്ലോസ് ആയി. നമ്മളിന്ന് ജസ്റ്റ് ട്രേഡിൽ ഒരു 3000 പ്ലസിൻ്റെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ വീഡിയോ ഇടണ്ട എന്നാണ് വിചാരിച്ചത്. ഞാൻ രാവിലെ മാർക്കറ്റ് ട്രേഡ് എടുക്കുന്ന സമയത്ത് ഞാൻ സിസ്റ്റത്തിൻ്റെ ഫ്രണ്ടിലില്ലായിരുന്നു. സോ എങ്കിൽ പിന്നെ നാളെ വീഡിയോ ഇടാമെന്നാണ് വിചാരിച്ചത്. എന്നാലും കുഴപ്പമില്ല. ഇതിപ്പോൾ ഓഫ്ലൈനായിട്ടാണെങ്കിലും ഞാൻ എൻ്റെ ഒരു ട്രേഡിൻ്റെ റീസൺ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാം. 940 നമ്മളുടെ ക്യാൻഡിലിൻ്റെ അപ്സൈഡ് ടു ലോവർ എൻഡ് നമ്മളുടെ ഫിബോയെ ഡ്രോ ചെയ്ത് വെച്ചു. ഫിബോയെ ഡ്രോ ചെയ്തതിന് വെച്ചതിന് ശേഷം നമ്മളുടെ 0.6% ലൈൻ ഡ്രോ ചെയ്തു. ലൈൻ ഡ്രോ ചെയ്തതിന് ശേഷം വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. വെയിറ്റ് ചെയ്ത് മാർക്കറ്റ് നെക്സ്റ്റ് ക്യാൻഡിൽ 945 ക്യാൻഡിൽ താഴത്തോട്ട് ബ്രേക്ക് ചെയ്തു. പക്ഷേ എൻ്റെ ഒരു ഓവറോൾ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഓവറോൾ കൺവിക്ഷൻ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഒരു അപ്സൈഡ് മൊമെൻറ്റം ചെയ്യുന്നതായിരുന്നു. സോ 950 ക്യാൻഡിൽ നമ്മളുടെ ലൈനിനെ മേളിലോട്ട് ബ്രേക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ നമ്മുടെ ട്രേഡിൽ എൻട്രി എടുത്തു. ഓർഡർ ബുക്ക് കാണിച്ചു തരാം. 950 ക്യാൻഡിൽ മേളിലോട്ട് ബ്രേക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ നമ്മളുടെ ട്രേഡിൽ എൻട്രി എടുത്തു. സാധാരണ നമ്മൾ വയ്ക്കുന്ന പോലെ ഒരു 100 പോയിൻറ്റ്സിൻ്റെ ഒരു ടാർഗറ്റും 38 പോയിൻറ്റ്സിൻ്റെ ഒരു സ്റ്റോപ്പ് ലോസും മാത്രമാണ് ഇതിലും പ്ലേസ് ചെയ്ത് എടുത്തു. 950 നമ്മളുടെ ട്രേഡിൽ എൻട്രി എടുത്തു. 954 നമ്മളുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തു. ജസ്റ്റ് ഒരു 5 മിനിറ്റ്സിനുള്ളിൽ തന്നെ ഈ സെയിം ഫോമായ ഗ്രീൻ ക്യാൻഡിലിൻ്റെ സെയിം ക്യാൻഡിലിൽ തന്നെ നമ്മൾ ഈ ക്യാൻഡിലിൻ്റെ തന്നെ ബ്രേക്കിലായിരുന്നു മാർക്കറ്റിൽ ട്രേഡിൽ എൻട്രി എടുത്തത്. ആ സെയിം ക്യാൻഡിൽ തന്നെ നമ്മളുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുമായിരുന്നു. അതിനുശേഷം കുറച്ചും കൂടെ മാർക്കറ്റ് മേലിലോട്ട് പോയെങ്കിലും പിന്നെ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ടായിരുന്നു. പക്ഷേ എൻ്റെ ഒരു വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് ഒന്നില്ലെങ്കിൽ ഒരു സൈഡ് വേസ് അല്ലെങ്കിൽ ഒരു അപ്സൈഡ് മൊമെൻറ്റം, സൈഡ് വേസ് ടു അപ്സൈഡ് ആണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ ഫോളോ ചെയ്തു. എന്നാലും കുഴപ്പമില്ല, പിന്നെയും റിക്കവർ ചെയ്തായിരുന്നു. പക്ഷേ ഓവറോൾ നമ്മളുടെ ഒരു ഗ്രീഡ്നെസ് കാണിച്ചില്ല. എക്സാക്ട്ലി നമ്മളുടെ ഒരു 100 പോയിൻറ്റ്സ് ടാർഗറ്റ് ഏരിയ വന്നപ്പോൾ നമ്മൾ ഇറങ്ങി. സ്റ്റോപ്പ് ലോസും കൊടുത്തിട്ടുണ്ടായിരുന്നു. 30 സാധാ കൊടുക്കുന്ന പോലെ തന്നെ 78 പോയിൻറ്റ്സിൻ്റെ സ്റ്റോപ്പ് ലോസും ആയിരുന്നു കൊടുത്തിരുന്നത്. പിന്നെ ഫ്രൈഡേ ഞാൻ ട്രേഡ് എടുത്തിരുന്നു. ഞാൻ മനഃപൂർവ്വം വീഡിയോ ഇടാൻ, ഞാൻ എല്ലാ ദിവസവും എടുക്കുന്ന ട്രേഡുകളുടെ വീഡിയോ ഞാൻ ഇടാറുണ്ട്. പക്ഷേ നമുക്ക് ലോസ് അടിക്കുമ്പോൾ മാത്രം വേറൊരു കാര്യം കൂടെ കാണിച്ചു. ലോസ് അടിക്കുമ്പോൾ ഉള്ള വീഡിയോകളുടെ അടിയിൽ ഭയങ്കര നെഗറ്റീവ് കമൻറ്റ്സ് ആണ്. ഇതിപ്പോൾ ഞാൻ റൺ ചെയ്യുന്ന മാർക്കറ്റൊന്നും അല്ലല്ലോ. ലോസ് ഉണ്ടാവും, ലോസ് ഇതിൻ്റെ പാർട്ടാണ്. ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? നമ്മളതിനെ ടാക്കിൾ ചെയ്യുക, അല്ലെങ്കിൽ നമ്മളുടെ ലോസ് ലിമിറ്റിൽ നിർത്തി മാറുക എന്നുള്ളതാണ് ഞാൻ ചെയ്യുന്ന ഒരു പരിപാടി. നമ്മളുടെ ഒരു ലിമിറ്റിൽ അപ്പുറം ലോസ് പോകാൻ ഞാൻ സമ്മതിക്കാറില്ല. ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ ഞാൻ ടാർഗറ്റ് ഇടുന്നതിന് മുന്നേ ഫസ്റ്റ് ഞാൻ സ്റ്റോപ്പ് ലോസാണ് കൊടുക്കുന്നത്. അത് എങ്ങനെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് കിട്ടിയതിന് ശേഷം മേളിൽ പോയാലും നമ്മളുടെ സ്റ്റോപ്പ് ലോസിൽ ഇറങ്ങാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഈവൻ നമ്മൾ പ്രോഫിറ്റബിൾ ആയില്ലെങ്കിൽ, അല്ലെങ്കിൽ പ്രോഫിറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നമ്മളുടെ ക്യാപിറ്റലിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക. ഒരു 500 എങ്കിൽ 500 എടുക്കുക, ഇറങ്ങുക. 500 എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത് നമ്മളുടെ കൂടുതൽ മൈനസ് കൊടുക്കാതിരിക്കുക, അല്ലെങ്കിൽ കൂടുതൽ നെഗറ്റീവിലോട്ട് പോവാതിരിക്കുക. അപ്പോൾ ചില ദിവസം നമുക്ക് നല്ല പ്രോഫിറ്റ് കിട്ടും, ചില ദിവസം നെഗറ്റീവ് ആയിരിക്കും. നെഗറ്റീവ് ആണെങ്കിൽ കുറച്ച് പൈസ പോകാൻ വേണ്ടി, അല്ലെങ്കിൽ കുറച്ച് ലോസിനെ മാത്രം ബെയർ ചെയ്യാനാണ് ഞാൻ ശ്രമിക്കാറുള്ളത്. പക്ഷേ വീഡിയോസിൻ്റെ കമൻറ്റൊക്കെ വരുന്ന ഒരു രക്ഷയില്ല. ഞാൻ ആരോടും ഇതിൻ്റെ അകത്ത് ഞാനൊരു പുലിയാണെന്നൊന്നും പറഞ്ഞില്ല. ഞാൻ ഏതെങ്കിലും ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾക്ക് നമ്മളുടെ കോഴ്സ് ഞാൻ വിൽക്കാമെന്നോ, അല്ലെങ്കിൽ ഇത് നോക്കി ട്രേഡ് എടുക്കണം? ഞാൻ എടുക്കുന്ന ട്രേഡ് ഇതാണ്, ഞാൻ എടുക്കുന്ന രീതി ഇതാണ്, ഞാൻ കണ്ടുപിടിച്ച, അല്ലെങ്കിൽ ഞാൻ ഡെവലപ്പ് ചെയ്ത ഒരു സ്ട്രാറ്റജി എനിക്കിതാണ്, ഞാൻ പ്രോഫിറ്റബിളായി തുടങ്ങുന്നത് ഇതുകൊണ്ടാണ് എന്ന് മാത്രമേ ഞാൻ ഈ വീഡിയോക്കകത്ത് എല്ലാത്തിലും അവകാശപ്പെട്ടിട്ടുള്ളൂ. ഇന്നെടുത്ത സെയിം ട്രേഡ് തന്നെയായിരുന്നു ഞാൻ ഫ്രൈഡേ എടുത്തത്. അൺഫോർച്ചുനേറ്റ്ലി അത് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ആണ് ഹിറ്റ് ചെയ്തത്. 940 ക്യാൻഡിൽ എൻ്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റിജക്ഷൻ ഒന്നും ഞാൻ എടുത്തില്ല. പ്രോപ്പർ ബ്രേക്ക് ഔട്ടിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തു. നമ്മളുടെ ക്യാൻഡിൽ മേളിൽ വന്ന് പ്രോപ്പർ ബ്രേക്ക് ഔട്ട് തന്നതിന് ശേഷം ഈ റെഡ് ക്യാൻഡിൽ വന്ന് റിട്രേസ്മെൻറ്റ് ചെയ്ത് തുടങ്ങിയപ്പോഴത്തേക്കും ഇവിടെ ഒരു റിജക്ഷൻ. ഇപ്പോൾ ഇത് ഫുൾ റെഡ് ക്യാൻഡിലായിട്ട് തോന്നും. പക്ഷേ ആ സമയത്ത് റിജക്ഷൻ വന്ന് മേളിലോട്ട് പോകാൻ തുടങ്ങിയപ്പോഴാണ് നമ്മുടെ ട്രേഡിൽ എൻട്രി എടുത്ത് ജസ്റ്റ് 100 പോയിൻറ്റ്സിൻ്റെ ഒരു ടാർഗറ്റും താഴത്തോട്ട് ഒരു 38 പോയിൻറ്റ്സിൻ്റെ തന്നെ ഒരു സ്റ്റോപ്പ് ലോസും വിത്തിൻ നോ ടൈം നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുമായിരുന്നു. ഞാൻ സ്റ്റോപ്പ് ലോസ് കൊടുത്തു മാർക്കറ്റിൽ നിന്ന് ഇറങ്ങി. സോ കൊടുക്കുമ്പോൾ നമ്മൾ വളരെ ചെറിയൊരു ലോസിൽ ഇറങ്ങുക. പിന്നെ എനിക്ക് പിന്നെ സമയം കിട്ടിയില്ല. അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും എനിക്കിത് ഈ ഒരു പോർഷനിൽ നമ്മുടെ ലോസിനെങ്കിലും റിക്കവർ ചെയ്യാൻ ചുമയുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ, സോറി. ലോസിനെ നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റിയാണ്. ഇവിടെ ഒരു ഡബിൾ ബോട്ടം ഫോം ചെയ്തു. ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഫോം ചെയ്ത് ഇവിടെ ക്ലോസ് കിട്ടിയപ്പോൾ വേണമെങ്കിൽ ഇവിടെ ഒരു ട്രേഡ് എടുക്കാമായിരുന്നു. പക്ഷേ ഞാൻ മൊബൈലിലായിരുന്നു ഞാൻ വാച്ച് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അത്രയും കോൺഫിഡൻറ്റ് ഇല്ലായിരുന്നു ഈ ഒരു ട്രേഡിൽ. അല്ലെങ്കിൽ നമ്മളുടെ ഇവിടെ ഉണ്ടായ ലോസിനെ റിക്കവർ ചെയ്ത് വലിയ പ്രോഫിറ്റ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ പറയുന്നത് നമ്മുടെ ലോസിനെ റിക്കവർ ചെയ്ത് നമ്മൾ ചെറിയൊരു ഗ്രീൻ
നമ്മളുടെ ഒരു ടാക്സും നമ്മളുടെ ബ്രോക്കറേജും എന്നുള്ള രീതി. പക്ഷേ എന്ത് ചെയ്യാനാ, നമ്മൾ ഡെയിലി വീഡിയോസ് ഇടണം എന്നാണ് എൻ്റെ ഒരു ഇഷ്ടവും. അങ്ങനെയാണ് ഞാൻ ചോദിച്ചപ്പോഴും എല്ലാവരും പറഞ്ഞത്, പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും ബ്രോ വീഡിയോ ഇടുന്നതാണ് പറഞ്ഞത്. അങ്ങനെയാണ് ഞാൻ ഡെയിലി പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും വീഡിയോ ഇടുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഇപ്പോൾ ഭയങ്കര നെഗറ്റീവ് കമൻസാണ് ലോസ് വീഡിയോ ഇടുമ്പോൾ. എന്തിനാ ഇപ്പോൾ അത് കാണുന്നത്? അല്ലെങ്കിൽ രണ്ടാണ് ഓപ്ഷൻ, ഒന്നില്ലെങ്കിൽ കമൻറ്റ് നോക്കാതിരിക്കുക, അല്ലെങ്കിൽ ഞാൻ പ്ലീസ് ഒരുപാട് പേര് ഇങ്ങനെയൊക്കെ പറയുന്നു, ഞാൻ വലിയ ആളാണെന്ന് വിചാരിക്കുന്നു, പക്ഷേ ഞാനൊന്നുമല്ല, ഞാൻ ഒന്നുമല്ല, എനിക്ക് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഒന്നും അറിയില്ല, ഞാൻ വളരെ 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 താഴത്ത് നിൽക്കുന്ന ഒരാളാണ്. രണ്ടാമത്തെ കാര്യം, ഞാൻ ചെയ്യുന്ന കണ്ട് ഒരാൾ പോലും സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് എടുക്കരുത്. ഞാൻ ചെയ്യുന്ന വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്ത് ഇടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് തോന്നിയെങ്കിൽ നിങ്ങളുടെ അനലിസിസ് പ്രകാരം മാത്രം നിങ്ങൾ ട്രേഡ് എടുക്കുക. നിങ്ങളുടെ മണിയാണ് റിസ്ക് ചെയ്യുന്നത്. എനിക്ക് റിസ്ക് ചെയ്യാനും എനിക്ക് അഫോർഡബിൾ ആയിട്ടുള്ളൊരു എമൗണ്ട് ഓഫ് മണിയാണ് ഞാൻ റിസ്ക് ചെയ്യുന്നത്. അപ്പം ഞാൻ ലാഭം ഉണ്ടാക്കുമോ നഷ്ടം ഉണ്ടാക്കുമോ അത് പൂർണ്ണമായിട്ടും എന്നെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. ഇത് കണ്ട് ആരും ദയവ് ചെയ്ത് ട്രേഡ് എടുക്കുകയോ അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തുകയോ ചെയ്യരുത്. ഞാൻ പറഞ്ഞില്ലേ, ഇത് ഇപ്പം എന്താ പറയുക, വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ മച്ചാനെ രക്ഷപ്പെടാതെ നമുക്ക് പറ്റത്തില്ല. വളരെ വളരെ ഡൗൺ ടു എർത്തായിട്ട് വളരെ വളരെ സീരിയസ്ലി ആണ് പറയുന്നത്. ഇതുകൊണ്ട് പെടും. അത് നമ്മളുടെ ഒരു കോൺഫിഡൻ്റ് ആണെന്നോ ഓവർ കോൺഫിഡൻസ് ആണെന്നോ അല്ലെങ്കിൽ നമ്മളുടെ ഒരു എയിമാണെന്നോ നമ്മളുടെ ഒരു പെടും അതിനെനിക്ക് പൂർണ്ണ കോൺഫിഡൻസ് ഉണ്ട്. എന്താ പറയുക, നിങ്ങൾ ഈ ബുക്ക് വായിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. ഒരു നെഗറ്റിവിറ്റിയെ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യുന്ന ഞാൻ ആ ബുക്കിൻ്റെ പേര് സീക്രട്ട് എന്ന് പറഞ്ഞ ബുക്കുണ്ട്, അത് വായിക്കണം. അതിൻ്റെ അകത്ത് നമ്മൾ ഒരു കാര്യത്തെ പൂർണ്ണമായിട്ട് ആഗ്രഹിച്ചാൽ, പൂർണ്ണമായിട്ടും നമ്മൾ അതിനു വേണ്ടി മെനക്കെട്ടാൽ, പരിശ്രമിച്ചാൽ ഈ യൂണിവേഴ്സ് തന്നെ നമുക്ക് കൂടെ നിന്ന് അത് നടത്തി തരും എന്നാണ് പറയുന്നത്. സോ എന്തൊക്കെ നെഗറ്റീവ് പറഞ്ഞാലും നമ്മളിത് അച്ചീവ് ചെയ്യാൻ തന്നെ ചെയ്യും. അതിൻ്റെ അകത്ത് യാതൊരു കോംപ്രമൈസും ഇല്ല. ഇനി ഞാൻ എല്ലാ കമൻസിനും റിപ്ലൈ ചെയ്യുകയാണ്. അതെൻ്റെ ഒരു പ്രശ്നമാണ്. അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല, കാരണം നെഗറ്റീവ്സ് പൊക്കോട്ടെ എന്ന് വിചാരിച്ചാൽ മതിയായിരുന്നു. സോ അങ്ങനെയല്ല, എല്ലാ കമൻസിനെയും ഞാൻ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ കമൻറ്റ് ഇട്ടതിനെ ഞാൻ പുച്ഛിച്ച് തള്ളുവോ അല്ലെങ്കിൽ വളരെ മോശമായിട്ട് പറഞ്ഞല്ല. നിങ്ങൾക്ക് ഫ്രീ ടു കമൻറ്റ്, പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും എൻ്റെ അകത്ത് ഒരു പ്രശ്നമില്ല. എല്ലാത്തിനെയും പോസിറ്റീവായിട്ട് എടുക്കുന്നു. പക്ഷേ ജയിക്കാതെ പറ്റത്തില്ല. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ജയിക്കും, ഉറപ്പാണ്. ദാറ്റ്സ് ഓൾ. ഇതായിരുന്നു ട്രേഡേഴ്സ് ഇന്നത്തെ ട്രേഡ്. താങ്ക് യു, ബൈ.